عفوك إني للنور مدت يداي نزعت أسرار قلبي وجئت ألقي أساي. അസ്സലാമു അലൈക്കും. വെള്ളി വെളിച്ചത്തിലേക്ക് സ്വാഗതം. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ അൽഫായിസീന ബില്ലാഹ്. നിമിഷങ്ങൾ ആരെയും കാത്തു വെക്കുന്നില്ലല്ലോ, അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നിമിഷങ്ങൾ മണിക്കൂറുകളാവും, പിന്നെ ഒരു ദിവസമായി, പിന്നെ ആഴ്ചകളായി, മാസങ്ങളായി, അതൊരു വർഷത്തിലേക്ക് എത്തുന്നു. ഒരു വർഷമാകുമ്പോൾ പുതുവർഷത്തിലേക്ക് പ്രവേശിച്ചു നാം പറയും. ഇപ്പോൾ ഇംഗ്ലീഷ് കണക്കനുസരിച്ച് കൊണ്ട് ഡിസംബർ കഴിഞ്ഞപ്പോൾ ജനുവരിയുടെ പുതുവർഷത്തിലേക്കായിരിക്കുക. കഴിഞ്ഞൊരു വർഷം എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു ആലോചന, ഒരു തിരിഞ്ഞുനോട്ടം ഒക്കെ നല്ലതല്ലേ? പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ലൈൻ അഖർതനി ഇലാ അജലിൻ ഖരീബ്, ഒരല്പസമയം കൂടി എനിക്കിവിടെ അവസരം തരികയാണെങ്കിൽ അള്ളാഹുവേ, ഞാൻ നല്ല ദാനധർമ്മങ്ങളൊക്കെ ചെയ്യാം, സജ്ജനങ്ങൾ ഉൾപ്പെട്ട് ജീവിക്കാം. പക്ഷേ ആർക്കും അങ്ങനെ ആവശ്യപ്പെട്ടാലും സമയം പിന്തിക്കില്ല. ഖുർആൻ മുന്നറിയിപ്പ് നൽകുമ്പോൾ വിശ്വാസം സംബന്ധിച്ചിടത്തോളം ഓരോ നിമിഷങ്ങളും കഴിയുമ്പോൾ അവൻ തിരിഞ്ഞു നോക്കണം. ഹാസിബു ഖബ്ല അൻ തുഹാസബു, നിങ്ങൾക്കൊരു വിചാരണ വരാം, അതിനു മുമ്പ് നിങ്ങൾ സ്വയം വിചാരണ. ഇതാണല്ലോ മതത്തിൻ്റെ അധ്യാപനം. ഉള്ള സമയം അതെന്ത് വേണം? നന്നായിട്ട് പ്രയോജനപ്പെടുത്തണം. കഴിഞ്ഞതിലേക്ക് തിരിഞ്ഞു നോക്കാൻ വേണം. വക്കാൻ ഹസൻ ബസീർ റഹ്മത്തുള്ളാ, ഹസൻ ബസരി താബിഈൻ പ്രമുഖനാണ്. മഹാനവർ യഖൂൽ പറയുന്നു, കുല്ലയൗം ഇൻഷഖു ഫജ്ർ, പ്രഭാതം എല്ലാ ദിവസവും പൊട്ടിവിടരുമ്പോൾ യുനാദി മുനാദിൻ, അതാ ഒരു അശരീരി ശബ്ദം കേൾക്കാം. ഇബ്ൻ ആദം, മനുഷ്യ, അന ഖൽഖുൻ ജദീദ്, ഇന്നത്തെ ഈ പ്രഭാതം ഞാൻ ഒരു പുതിയ സൃഷ്ടിപ്പാണ്. വഅല അമലിക ഷഹീദ്, താങ്കൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾക്കൊക്കെ ഞാൻ സാക്ഷിയാണ്. അതുകൊണ്ട് ഫഗ്തനിംനി ഖബ്ല അൻ അഫൂത്, ഞാൻ നഷ്ടപ്പെട്ടേക്കാം, അതിനു മുമ്പ് എന്നെ നീ ഉപയോഗപ്പെടുത്തണം. സമയങ്ങൾ തുലച്ചു കളയേണ്ടതല്ല, വെറുതെ ഗെയിമിൻ്റെ പിന്നിൽ നിൽക്കേണ്ടതല്ല, അടിച്ചു പൊളിക്കേണ്ടതല്ല. ഇപ്പോൾ തന്നെ ന്യൂ ഇയർ ആഘോഷം എന്ന പേരിൽ എന്തൊക്കെയാ? ഞാൻ മർക്കസ് വിമൻസ് അക്കാദമിയിലേക്ക് സുഹൃത്തുമായി പോകുമ്പോൾ പറമ്പിൽ കുറച്ച് കസേരകൾ നിരന്ന് കിടക്കുന്നു. കൂട്ടുകാരനോട് ചോദിച്ചു, ഇതെന്താണ്? സഹോദരൻ സ്നേഹിതൻ അമീർ അഹ്സൻ പറഞ്ഞു, അത് ന്യൂ ഇയർ ആഘോഷത്തിന്. അപ്പോൾ അത് നമ്മുടെ ആളുകളൊക്കെ തന്നെയായിരിക്കും. ഏത് ആഘോഷത്തിനും മുസ്ലിം യുവാക്കൾ മുന്നിലുണ്ട്. ഒരു പക്ഷേ നിസ്കാരമുള്ളവർക്ക് തന്നെയാകാം, അന്ന് അവർക്ക് നിസ്കാരം ചിലപ്പോൾ മാറ്റിവെക്കേണ്ടി വരും. ഈ ചെയ്യുന്ന പ്രവൃത്തി, ആഘോഷം അടിപൊളി, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതാണോ അല്ലയോ, അവരൊന്നും അത് ചിന്തിക്കാറില്ല. ഇവിടെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് സമയങ്ങൾ കളയണം. ഇഅ്ലമു അന്നമൽ ഹയാത്തുദ് ദുനിയ, വിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഈ ഭൗതിക ജീവിതം ലഅബും വലഹുവൻ, വെറുതെ കളി വിനോദം, വസീനത്തുൻ, അത് അലങ്കാരമാണ്, തഫാഖുറും ബൈനക്കും, നിങ്ങൾക്ക് പരസ്പരം അന്തസ് അഹന്ത നടിക്കാനുള്ളത്, തക്കാസും ബിൽ അംവാലി വൽ ഔലാദ്, മക്കളുടെ സമ്പത്ത് പേര് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമ കാണിക്കാൻ. ഈ വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവസാനം പറയുന്നുണ്ട്, വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, ഈ ഭൗതികതയെ കണ്ടുകൊണ്ട് നിങ്ങൾ അതിൽ കണ്ണ് മഞ്ഞളിച്ച് അതിൽ മതിമറന്ന് പോകണ്ട, അത് വെറും വഞ്ചനയുടെ ഒരു ചരക്ക് മാത്രമാണ്. സാക്ഷാൽ ജീവിതം വരാനിരിക്കുന്നതാണ്. ആ ജീവിതത്തിലേക്ക് എന്തെങ്കിലുമൊക്കെ ഇവിടെയുള്ള നിമിഷങ്ങൾ, സമയങ്ങൾ, അള്ളാഹു നമുക്ക് തന്ന വിലപ്പെട്ട ആരോഗ്യം വിനിയോഗിക്കണമെന്ന്. ചെറുതായിട്ടല്ല, വേഗം വേഗമാകണം. ഖുർആൻ പറഞ്ഞല്ലോ, സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങൾ രക്ഷിതാവിൽ നിന്നുള്ള മഗ്ഫിറത്ത്, പൊറുക്കലിനെ സിദ്ധിക്കുക, നേടുക എന്നതിലേക്ക് വേഗം വേഗം സഞ്ചരിക്കും. മുഖാത്തിൽ റളിയല്ലാഹു അൻഹു പറയാണ്, ഇലൽ അഅ്മാലി സ്വാലിഹ, ഈ പറഞ്ഞതിൻ്റെ അർത്ഥം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾ വേഗം മുന്നോട്ട് സഞ്ചരിക്കണം. അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത്, പൊരുത്തം കിട്ടാൻ എന്തൊക്കെയാണ് ചെയ്തു തീർക്കേണ്ടത്, അതിലേക്ക്. യുസാരിഊന ഫിൽ ഖൈറാത്ത്, വിശ്വാസികൾ അള്ളാഹു പരിചയപ്പെടുത്താൻ അങ്ങനെയാണ്, നന്മകൾ വർദ്ധിപ്പിക്കുന്നതിൽ അവർ വളരെയധികം വേഗത്തിൽ മുന്നോട്ട് സഞ്ചരിക്കുന്നവരാണ്. പരിശുദ്ധ ഖുർആൻ പല സ്ഥലത്തും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാചകങ്ങൾ നാം അനവധിയാണ് ഈ രംഗത്ത് പരിശോധിക്കാനുള്ളത്. ആരോഗ്യം, സമയം എല്ലാം നിങ്ങൾ വേണ്ടതുപോലെ നന്നായി ഉപയോഗപ്പെടുത്തണമെന്നാണ്. വൽ അസ്ർ, കാലത്തെ പിടിച്ചുകൊണ്ടല്ലേ അള്ളാഹു സത്യം ചെയ്ത്. അപ്പോൾ കാലവും സമയവുമൊക്കെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് സാക്ഷ്യങ്ങൾ നൽകുന്ന ഘടകങ്ങളാണ്. അതിനെ വെറുതെ ദുർവ്യം ചെയ്യേണ്ടതല്ല, പാഴാക്കിക്കളയേണ്ടതല്ല എന്നത്
ഇപ്പോൾ നാം അറബി കലണ്ടർ അനുസരിച്ച് മുഹറമാണ് വർഷമെങ്കിലും ഇംഗ്ലീഷ് കണക്കിൽ ഒരു വർഷം പിന്നോട്ട് പോയപ്പോൾ ഒന്ന് ചിന്തിക്കാം. ഈ പ്രത്യേകിച്ച് ന്യൂ ഇയർ ഒക്കെ വരുമ്പോൾ മദ്യപിച്ചും നിസ്കാരം കളയാക്കിയും എന്തൊക്കെയോ മതവിരുദ്ധ ആഘോഷങ്ങൾക്ക് പങ്കുചേരാൻ ആയിരങ്ങൾ ആവേശം കാണിക്കുമ്പോൾ യുവസമൂഹമേ ചിന്തിക്കണ്ടേ. എപ്പോഴാണ് ഇവിടുന്ന് യാത്ര? ചെറുപ്പം വലുപ്പം കുട്ടികൾ അങ്ങനെ വലിയ വ്യത്യാസമുണ്ടോ? നമ്മുടെ പ്രിയങ്കരനായ എൻ്റെ ഒരു മകളുടെ ബന്ധു യാക്കൂബ് കഴിഞ്ഞ ആഴ്ചയാണ് ഇവിടെ പറഞ്ഞത്. രാവിലെ ചെറിയൊരു വ്യായാമത്തിനിടെ നെഞ്ചുവേദന ഒക്കെ തോന്നി മുഹറം ഇവിടെ പറയാണ്. പക്ഷേ ആ യാക്കൂബിനെ കുറിച്ച് കൂടി നിന്നവരൊക്കെ പറഞ്ഞു സുബഹിക്ക് തൊട്ടടുത്ത പള്ളിയിൽ ജമാഅത്ത് നിസ്കാരത്തിന് പതിവായി പോകുന്നു. അന്നും ജമാഅത്ത് കഴിഞ്ഞാണ് വന്നത്. അത് യാക്കൂബിൻ്റെ ജനാസയെ സന്ദർശിക്കാനും ആ മയ്യത്തിനെ അനുഗമിക്കാനും സന്ദർഭമുണ്ടായപ്പോൾ ഒരു പക്ഷേ പിന്നിൽ നടന്ന എന്നോട് ആ മയ്യത്ത് കെട്ടിൽ ചോദിച്ചിട്ടുണ്ടാകും, എന്നാണ് ഇനി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നത്? ഈ മയ്യത്ത് കെട്ടലിൻ്റെ ചോദ്യം ഞാൻ കേട്ടിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ചിന്തിച്ചിട്ടില്ല എന്നതിലെ വസ്തുത. ഷേഖ് ബുർഹാനുദ്ദീൻ എന്ന മഹാനെ കാണാൻ വേണ്ടി ബഹാഉദ്ദീൻ സുബക്കി റളിയല്ലാഹു അൻഹു ചെല്ലുകയാണ്. ചെന്നപ്പോൾ ഈ ആഗതൻ ഷെയ്ഖിൻ്റെ അടുത്ത് ഒരു മയ്യത്ത് കട്ടിൽ കണ്ടു. ആ ഷെയ്ഖിനോട് ഈ ചെന്ന ബഹാഉദ്ദീൻ സുബക്കി റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഈ കട്ടിൽ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഷെയ്ഖ് പറഞ്ഞ മറുപടി എന്താണെന്നറിയുമോ? അതെ, ബുദ്ധിപൂർവം ചിന്തിക്കുക. മരണത്തിൻ്റെ ശരീരോത്മനായി ഞാൻ ഒരു മരണക്കട്ടിലൊക്കെ തന്നെയാണ്, നിന്നെപ്പോലുള്ളവരെ വഹിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. എന്നിട്ട് ഈ കട്ടിൽ ചോദിക്കുന്നുണ്ട്, കംസാറ മിസ്ലി ബി മിസ്ലി, എന്നെ പോലുള്ള എത്ര മയ്യത്ത് കട്ടുകളാണ് നിന്നെപ്പോലുള്ളവർ വഹിച്ചു കൊണ്ടുപോയിരിക്കുന്നത്, നീ ചിന്തിക്കാറുണ്ടോ? അതെ, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നല്ലൊരു ശേഷബുദ്ധി തന്നിട്ടുണ്ട്. കൂട്ടുകാരെ, സുഹൃത്തുക്കളെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, നാം എപ്പോഴും ആലോചിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കണം. ഇതാ വിശുദ്ധ റജബ് നമ്മിൽ സമാഗതമായിരിക്കുകയാണ്. ഇനി വിശ്വാസികൾക്ക് അടങ്ങിയിരിക്കേണ്ട നേരമാണോ? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ റജബ് മാസം എന്നത് അത് ഷഹ്റുല്ലാ, അള്ളാഹുവിൻ്റെ മാസമാണ്. അള്ളാഹുവിലേക്ക് ചേർത്തിയാണ് പറഞ്ഞത്. വരാനിരിക്കുന്ന ശഅബാൻ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർത്തി പറഞ്ഞു. റമളാൻ എൻ്റെ ഉമ്മത്തിൻ്റെ മാസമാണെന്ന് പറഞ്ഞു. പ്രവാചക വചനത്തിൽ തന്നെ കാണാം, ഇന്ന ഫിൽ ജന്നത്തി നഹറൻ യുഖാലുഹു റജബ്, ഈ സ്വർഗത്തിൽ റജബ് എന്ന പേരിൽ ഒരു നദിയുണ്ട്. ആ നദി എന്താണ് എൻ്റെ പ്രത്യേകത? അത് അശദ് ബയാദമിൻ ലബനി, പാലിനേക്കാൾ വെളുത്തതാണ്. വഹലാമിനസ്, തേനിനേക്കാൾ മാധുര്യമുള്ളതാണ്. എന്നിട്ട് പ്രവാചക വചനത്തിൽ കാണാം, മൻസാമയവും റജബ, ഈ റജബ് മാസത്തിൽ ആരെങ്കിലും നോമ്പെടുത്താൽ സഖാഹുല്ലാഹ് മിൻ ദാലിക നഹർ, ആ സമുദ്രത്തിൽ നിന്ന് അള്ളാഹു കുടിപ്പിക്കുന്നതാണ്. അതെ, റമളാനിൽ ഫർദ് നോമ്പ് നോക്കും, അത് കഴിഞ്ഞാൽ ചില സുന്നത്ത് നോമ്പുകൾ പ്രത്യേകമായിട്ടുണ്ടല്ലോ. എന്നാൽ റജബ് മാസവും സുന്നത്ത് നോമ്പിന് സാലിഹീങ്ങളും സജ്ജനങ്ങളും തിരഞ്ഞെടുക്കാറുണ്ട്. അഫ്ളൽ ശുഹൂരി ലിസ്സൗം ബഅദ റമളാൻ അൽ അശ്ഹൂറും, റമളാൻ കഴിഞ്ഞാൽ നോമ്പ് നോക്കാൻ ഏറ്റവും അത്യുത്തമ നാളുകൾ ഒന്ന് യുദ്ധം ഹറാമായ മാസങ്ങൾ, അത് ദുൽഖഅദയാണ്, ദുൽഹിജ്ജയാണ്, മുഹറമാണ്, റജബ് മാസമാണ്, ഷർവാനിയുടെ ഉദ്ധരണിയാണ്. അതെ, വിശുദ്ധ റജബിലേക്ക് നാം എല്ലാവരും എത്തിക്കഴിയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇബാദത്തുകളും താഴത്തുകളും ഹസനാത്തും നന്മകളും വർദ്ധിപ്പിക്കുക. തെറ്റുകുറ്റങ്ങളിൽ നിന്നൊക്കെ നാം പിന്മാറുക. നമ്മുടെ കൂട്ടുകുടുംബാദികളെ നാം ബോധവൽക്കരിക്കുക. ശഅബാനിലേക്കുള്ള തയ്യാറെടുപ്പാകട്ടെ. വരാനിരിക്കുന്ന ഈ ശഅബാനും ഇപ്പോഴത്തെ റജബും അതിനുശേഷം വരാനിരിക്കുന്ന വിശുദ്ധ റമളാന്റെ മുന്നൊരുക്കമായി കണ്ടുകൊണ്ട് നമ്മുടെ ഹൃദയം കൊണ്ടും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ചിന്ത കൊണ്ടും ഖാലിഖായ സൃഷ്ടാവായ ജഗന്നിയന്താവായ അള്ളാഹുവിലേക്ക് സമർപ്പണവുമായി നാം പശ്ചാത്താപ മനസ്സോടെ ഇനിയുള്ള വിലപ്പെട്ട നിമിഷങ്ങൾ വിനിയോഗിക്കുക. ജഗന്നിയന്താവായ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.